വിജയം BJP പ്രവർത്തകർ അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ട് എങ്കിലും 265 വോട്ടിന്റെ ലീഡാണെന്ന് പറയുമ്പോൾ അവരത് വിജയം ഉറപ്പിക്കുകയാണ്. വി മുരളീധരന്റെ വിജയം ഔദ്യോഗികമായി ഉറപ്പിച്ചിട്ടില്ല സ്മൃതി. അതിനകത്ത് ചില അവസാനവട്ട വോട്ടിന്റെ കണക്കുകൾ വരാനുണ്ട് എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി അറിയിക്കുന്നത്. എങ്കിൽ പോലും 265 വോട്ട്, അതായത് ഇനി ഒരു റൗണ്ട് കൂടി, ഇനി എണ്ണാൻ ബാക്കിയുണ്ട് എന്നാണ്. ഔദ്യോഗിക വിവരമല്ല 20 വോട്ടിന് ജയിച്ചു എന്നാണ് കേട്ടോ. 20 വോട്ടിന് വി മുരളീധരൻ ജയിച്ചു എന്നുള്ള വിവരമുണ്ട്. അങ്ങനെയാണെങ്കിൽ BJPക്ക് 3 വിജയം എന്നുള്ളതാണ് വലിയ വിജയമാണ്. BJPയെ സംബന്ധിച്ച് വലിയ വിജയമാണ്. അങ്ങനെയെങ്കിൽ 20 വോട്ടിന് കഴക്കൂട്ടത്ത് വി മുരളീധരൻ വിജയിക്കുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് അത് കേരളത്തിൽ വലിയ നേട്ടമാണ്. പശ്ചിമ ബംഗാളിൽ അധികാരം പിടിക്കുന്നു, അസമിൽ അധികാരം പിടിക്കുന്നു, കേരളത്തിൽ 3 വിജയിക്കുന്നു, പുതുച്ചേരിയിൽ അധികാരം പിടിക്കുന്നു, കേരളത്തിൽ 3 സീറ്റ്. അപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നേമം, കഴക്കൂട്ടം, A ക്ലാസ് മണ്ഡലങ്ങളായ നേമം, കഴക്കൂട്ടം, ചാത്തന്നൂര് 3 BJP വിജയം എന്നുള്ളതാണ്. BJP അക്കൗണ്ട് തുറക്കുമ്പോൾ അത് 3 തുറക്കുന്നു എന്നുള്ളതാണ്. AB വാജ്പേയി സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിന് മുൻപ് 3 സീറ്റാണ് BJPക്ക് ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് പിന്നീട് AB വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നത്. BJP ഇന്ത്യയിൽ ആദ്യമായ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ആ 3 സീറ്റിൽ നിന്നാണ് BJP ലോക്സഭയിൽ അധികാരം നേടാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് വരുന്നത്. ഏതായാലും കേരളത്തിൽ അങ്ങനെയായിരിക്കുമോ BJPയുടെ ഇനിയുള്ള നീക്കം എന്നറിയാനൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കാം. എല്ലാ ഘട്ടത്തിലും വോട്ട് ഷെയർ കൂട്ടുന്നു എന്ന് മാത്രമാണ് നമ്മൾ BJP പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വിജയിച്ചിരിക്കുന്നു 3 നിന്നുള്ളതാണ്. അടുത്ത ഘട്ടം 3 നിന്ന് എത്രയിലേക്കാകാം എന്നുള്ളതായിരിക്കും. BJP 3 വിജയിക്കുമ്പോൾ കഴക്കൂട്ടത്ത് ഒരു റൗണ്ട് കൂടി ബാക്കിയുണ്ടെന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ 20 വോട്ട് വിജയിച്ചു എന്ന് BJP നേതാക്കൾ പ്രഖ്യാപിക്കുന്നത് അവർ കാർഡിറക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കഴക്കൂട്ടത്ത് വി മുരളീധരൻ വിജയിച്ചു എന്ന് സ്ഥിരീകരിച്ച് ഇപ്പോൾ പറയുന്നുണ്ട്. വിജയിച്ചു എന്ന് പറയുന്നു. BJP സ്ഥിരീകരിക്കുന്നുണ്ട് വി മുരളീധരന്റെ വിജയം. അപ്പോൾ 20 വോട്ടിനാണ് വിജയം എന്നുള്ളതാണ്. കഴക്കൂട്ടത്ത് കാലങ്ങളിലായി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു വി മുരളീധരൻ എന്നുള്ളതാണ്. ഇപ്പൊ KN ബാലഗോപാൽ വിജയിച്ചു. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ 1000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചു എന്നുള്ള സ്ഥിരീകരണം കൂടി വരുന്നുണ്ട്. ശക്തമായ പോരാട്ടത്തിനൊടുവിലാണ്. അത് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു. ഐഷ പോറ്റി പല ഘട്ടങ്ങളിലും KN ബാലഗോപാലിനെ താഴെയാക്കിക്കൊണ്ടാണ് മത്സര രംഗത്ത് ഉറച്ചു നിന്നത്. ഏതായാലും ഇപ്പോൾ 1000-ലധികം വോട്ടുകൾക്ക് കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ വിജയിച്ചു എന്നുള്ള ഒരു ആശ്വാസ ഒരു സന്ദേശം എന്ന് വേണമെങ്കിൽ പറയാം CPM-നെ സംബന്ധിച്ച്. കാരണം പ്രതിപക്ഷ നേതാവ് ആരെയാക്കും? ഒരു നേതാവിനെ കിട്ടിയിരിക്കുന്നു, അർഹമായ ഒരു നേതാവിനെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് LDF-ന്. ഇപ്പോൾ KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉരുത്തിരിയുന്നത്.